ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് ബോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബീഫ് ബ്രെയിനിൻ്റെയും അതുപോലെ പൂത്തുംകാലിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇന്ന് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് ബോട്ടി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു 1/2 കിലോ ബോട്ടി നമ്മളിത് ഓൾറെഡി 1-2 പ്രാവശ്യം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നാലും ഇതിൻ്റെ ഒരു ഫൗൾ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഒഴിക്കണം കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം 1-2 പ്രാവശ്യം വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളം എടുക്കരുത്, വെള്ളം ഊറ്റിക്കളയണം. ബോട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും 1-2 പ്രാവശ്യം കഴുകുന്നതും അതുപോലെ ഈ വേവിച്ച വെള്ളം ഊറ്റിക്കളയുന്നതും. അപ്പോൾ അതാ ഞാനിനി കുക്കർ അടച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഓരോ ബോട്ടിക്കും വേവ് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് 4 വിസിൽ വരെ വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തന്നെ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 സവാള നീളത്തിലരിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വലിയ സവാള ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ഒരു മീഡിയം സൈസിലൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പകുതി തക്കാളി ഒന്ന് നീളത്തിലരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 1/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ മുളക് പൊടിയുടെ അളവും കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മസാലയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. പക്ഷേ മസാല കരിഞ്ഞു പോരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ നല്ല തിക്കായിട്ട് റോസ്റ്റ് പോലെയാണ് ആക്കിയെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബോട്ടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ വെള്ളം കളയണം. വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരെ വെച്ചപ്പോൾ തന്നെ ഈ ഒരു ബോട്ടി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ബോട്ടിയുടെയും വേവ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നല്ലപോലെ വേവണം. വെന്ത് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഈ ബോട്ടി മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയും ഈ ബോട്ടിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കുറച്ച് ഗ്രേവി ആയിട്ട് കറി പോലെ ഇരിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഇടുന്ന് ഈ ബോട്ടി ഒന്ന് വേവണം. അതുപോലെ തന്നെ മസാലയുടെ ഒക്കെ ആ ഫ്ലേവർ നല്ലപോലെ ഒന്ന് ബോട്ടിയിൽ പിടിക്കാൻ വേണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ ദേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബോട്ടിയൊക്കെ നല്ലപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ടൈമിൽ വളരെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ലാസ്റ്റിൽ ആ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഈ ഒരു ബോട്ടി കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ ബീഫൊക്കെ വെക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒരു സ്പൈസി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചിട്ടാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക.